മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ അധികം ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത മകനാണ് കിച്ചു. ജനിച്ചു വൈകാതെ തന്നെ അമ്മ കിച്ചുവിനെ അച്ഛൻ കൊല്ലം സുധിയെ ഏൽപ്പിച്ചിട്ട് മറ്റൊരു ജീവിതം തേടിപ്പോയി. അവിടെ തുടങ്ങിയതാണ് സുധിയുടെയും കിച്ചുവിൻ്റെയും വേദനകളും കഷ്ടപ്പാടുകളും. മകനെ വളർത്തണം എന്ന ലക്ഷ്യം മാത്രമേ പിന്നീട് അങ്ങോട്ട് കൊല്ലം സുധിക്കുള്ളായിരുന്നു. കൈക്കുഞ്ഞുമായി കിച്ചുവിനെയും കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പരിപാടി അവതരിപ്പിക്കുകയായിരുന്നു സുധി. സുധി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കിച്ചു ബാക്ക് സ്റ്റേജിൽ ഉറങ്ങുകയായിരിക്കും. കുറച്ചു വലുതായ ശേഷം അച്ഛനോടൊപ്പം പ്രോഗ്രാം അവതരിപ്പിക്കാൻ സ്റ്റേജിൽ സഹായിയുമെല്ലാമായി കിച്ചു പോയിരുന്നു. അച്ഛൻ്റെ കലാവാസന ഏറെയും കിട്ടിയത് കിച്ചുവിനാണെന്ന് ആരാധകരുടെയും പക്ഷം. അല്പം മിമിക്രിയും സംഗീതമെല്ലാം കിച്ചുവിന് വശമുണ്ട്. പക്ഷേ പ്രൊഫഷണലായി കല തിരഞ്ഞെടുക്കേണ്ടെന്ന നിലപാടിനാണിപ്പോൾ. പഠനത്തിലും നല്ലൊരു ജോലി കണ്ടുപിടിക്കുന്നതിലുമാണ് ശ്രദ്ധ. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ കിച്ചു ഇപ്പോൾ ആനിമേഷനാണ് പഠിക്കുന്നത്. അതിനിടെ വ്ളോഗിങ്ങുമുണ്ട്. 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് കിച്ചുവിൻ്റേത്. ലൈവ് ഇൻ്ററാക്ഷനുകൾ, ട്രാവൽ വ്ളോഗുകൾ, ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ എന്നിവയാണ് യൂട്യൂബ് ചാനലിൽ പ്രധാന കണ്ടന്റുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടൻ്റെയും ഗബ്രിയുടെ റാപ്പുകളും പാട്ടുകളും തന്നെ കൊണ്ട് കഴിയും വിധം പാടി കിച്ചു പങ്കെടുപ്പിക്കുന്നുണ്ട്. വേടൻ്റെ റാപ്പ് പാടിയപ്പോൾ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന കലാകാരന്മാരെ കിച്ചു അഭിനന്ദിച്ച് എത്തിയിരുന്നു. "നീ കേറി വാടാ മോനെ, നിന്റെ അച്ഛൻ്റെ പോലെ തിളങ്ങാൻ നിന്നോളം അർഹത മറ്റാർക്കുമില്ല" എന്നിങ്ങനെ കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. വേടൻ്റെ റാപ്പ് താൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടതുകൊണ്ടാകാം കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ "രാവാണോ" എന്ന ഗാനമാണ് കിച്ചു ആലപിച്ചത്. ചെറിയൊരു ഇൻട്രോ പാട്ട് തുടങ്ങും മുമ്പ് തന്നെ കിച്ചു നൽകിയിരുന്നു. "എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായി ഇരുട്ടത്ത് നടന്ന സമയത്ത് എൻ്റെ ലൈഫിലേക്ക് വെട്ടം കൊണ്ടുവന്ന ഒരാളാണ്. അയാൾക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു" എന്നാണ് കിച്ചു പറഞ്ഞത്. ഇങ്ങനെയൊരു ഇൻട്രോ പറഞ്ഞുകൊണ്ടാകണം ആ വ്യക്തി അറിയാനെന്ന് പ്രേക്ഷകരും ആകാംക്ഷയായി. ആ വ്യക്തി രേണുവാണെന്ന് ചിലർ ചോദിച്ചു. അതിന് കിച്ചു നൽകിയ മറുപടിയും വൈറലായി. "അയ്യോ" എന്ന് എഴുതി തൊഴുകയും സ്മൈലിയുമാണ് കിച്ചു മറുപടിയായി നൽകിയത്. "ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ" എന്നിങ്ങനെ മറക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാതെ പറയുന്ന പോലുണ്ടായിരുന്നു കിച്ചുവിൻ്റെ മറുപടി എന്നാണ് ഇത് കണ്ട എല്ലാ ഫോളോവേഴ്സും കുറിച്ചത്. "പ്രണയിനിയുണ്ട്, അതാണ് ഇങ്ങനൊരു ഗാനം ആലപിച്ചത്" എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം. പ്രണയത്തിലാണെങ്കിലും അമ്മ രേണുവിനെ പറയരുതെന്നും അത് വിറ്റ് കാശാക്കുമെന്ന് കിച്ചുവിനെ ഉപദേശിച്ചും ചിലരെത്തി. മണിക്കൂറുകൾക്ക് വീഡിയോ 10 ലക്ഷം കാഴ്ചക്കാരെ നേടുകയും ചെയ്തു. വേടൻ്റെ റാപ്പ് പാടിയപ്പോഴും 10 ലക്ഷം വ്യൂസ് കിച്ചുവിന് ലഭിച്ചിരുന്നു.